نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا نحمده من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون لا شريك له اللهم صل على محمد وعلى آل محمد رسول أرسله بالهدى كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد على الدين كله ولو كره المشركون اللهم بارك على محمد وعلى آل محمد اللهم صل على محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إبراهيم أما بعد فإن أصدق الكلام كلام الله اللهم بارك على هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة أما بعد فإن أصدق الكلام كلام الله أعوذ بالله من الشيطان الرجيم بسم الله محمد صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته وكل بدعة ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏറ്റവും അല്ലാഹു നമ്മെ എല്ലാവരെയും അടിസ്ഥാനപരമായ ആകട്ടെ ലക്ഷ്യവും ആഗ്രഹവും എന്താകണം റമദാനിൽ ഇതുവരെ നമ്മൾ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളെയും അള്ളാഹുവിന് സൽപ്രവർത്തനങ്ങളായി മുസ്ലിമായി ജീവിക്കുകയും സ്വർഗം സമ്മാനമായി പ്രതിഫലം അതേ ഇസ്ലാമോടുകൂടി തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യുക എന്നതാണ്. പരിശുദ്ധ റമദാനിൽ ഓരോ ഖുതുബകളിലും അതിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ ഉണർത്തിയ അതേ കാര്യം ഇസ്ലാമിക ചരിത്ര ഖതീബുമാർ മിമ്പറിൽ കയറുമ്പോഴൊക്കെ അതേ ചര്യ പിൻപറ്റാതെ ബദർ യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ച മാസമാണ്. അത് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ടാണ്. ആ ആയത്തിന്റെ അവസാനം വലാ തമൂതുന്ന, അതെങ്ങനെയാണ് ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ ഒരിക്കലും മരിച്ചു പോകരുത്. ആരാണ് നേതാക്കന്മാരെന്നും ഒക്കെ ഓരോ ഖുതുബയിലും അത് പറയണമെങ്കിൽ ചെറുപ്പം മുതലേ മദ്രസയിലും പ്രാധാന്യമുണ്ടാകും. ആ വിഷയങ്ങളിലും പാട്ടിലും കഥാപ്രസംഗങ്ങളിലും ഒക്കെ മുസ്ലിമായി കൊണ്ടല്ലാതെ ഒരിക്കലും മരിക്കരുത്. ഖുർആൻ പക്ഷേ വിശ്വാസികളുടെ പ്രാർത്ഥന പറഞ്ഞിടത്തും ഇതുതന്നെ ആവർത്തിച്ചു. ബദർ തവഫനി മുസ്ലിമൻ, അതിന്റെ കാരണം എന്താണ്? അല്ലാഹുവേ, നീ ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണം. ഇതിനു വേണ്ടിയാണ് ബദർ യുദ്ധം നടന്നത് കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. മുസ്ലിമായി മരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ വളരെ വലിയ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അത് പള്ളികളിൽ ഒരുമിച്ച് കൂടുന്നതും ആരാധന ചെയ്യുന്നതായത്തിലെ മഹാപടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കണമൊക്കെ മുസ്ലിമായി മരിക്കാൻ ചെയ്തു കഴിഞ്ഞു. ഒരാൾ മുസ്ലിമായി മരിക്കണമെങ്കിൽ ഒരു മുസ്ലിമായി ജീവിക്കണമെന്ന പരിമിതിയിൽ ഉൾക്കൊണ്ട് അതിന് അയാളുടെ ജീവിതത്തിൽ ആദ്യമായി അടിസ്ഥാനപരമായി ഏറ്റവും കാതലായ ഭാഗത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിനാണ് നമ്മൾ ബദർ ഇസ്ലാം കാര്യങ്ങൾ ആദർശ പോരാട്ടം, 5 കാര്യങ്ങളെ പറ്റി പറയാറുള്ളത്. ആദർശ പോരാട്ടം, ഈ 5 കാര്യങ്ങളാണ് ഒരാൾ മുസ്ലിമാവുക എന്നുള്ള പോരാട്ടത്തറ. തൗഹീദും ശിർക്കും തമ്മിലുള്ള ഷഹാദത്താണ്, നിസ്കാരമാണ്, സകാത്താണ്, അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. അള്ളാഹു പറഞ്ഞ മാനദണ്ഡങ്ങളും കഴിവുകൾക്കും അനുസരിച്ച് ഓരോ പ്രായത്തിലും ഓരോ സന്ദർഭത്തിലും ഈ 5 കാര്യങ്ങൾ പരമാവധി പൂർത്തിയാക്കി മരണപ്പെട്ടു എന്നതാണ് മുസ്ലിമായി ജീവിക്കുക എന്നതിന്റെ അപ്പുറത്ത് അള്ളാഹുവിനെ, സഹോദരങ്ങളെ, മുഹമ്മദ് നബിയെ ഇതില് അങ്ങേയറ്റം നമ്മൾ ഗ്രഹിക്കുക ചെയ്ത അബൂജഹലും ടീമും ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി കാണുന്ന ഒരു പ്രത്യേകത എന്നാൽ ഇസ്ലാം കാര്യത്തിലെ മുഹമ്മദ് നബിയും അബൂജഹലുകളോട് വിശ്വാസം പുലർത്തുന്ന ഒരു മനോഭാവവും കുഫറും തമ്മിൽ നടക്കുന്ന തൗഹീദ് കാര്യത്തിൽ മൂന്നാമത്തെ സക്കാത്തിനോട് ഈ ആദർശ പോരാട്ടത്തിന്റെ രണ്ടും രണ്ടായിത്ത വഴിയിലേക്ക് നമ്മൾ വരികയാണ്. സങ്കടകരമാണ്, യുദ്ധം തുടങ്ങേണ്ട കാര്യവുമാണ്. തുടങ്ങുന്നതിന്റെ മുമ്പ് വെറുതെ
നമ്മളെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരവുമായി ബന്ധപ്പെട്ട് 2 കൈകളും നമ്മളുടെ വീട്ടിൽ വാനലോകത്തേക്ക് ഉയർത്തി ബാപ്പാരുമാരും കുട്ടിയോട് നിസ്കരിക്കാനോട് സുദീർഘമായി പഠിച്ചോന്ന് പരിശോധിക്കും. ആ പ്രാർത്ഥന എങ്ങനെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മാസത്തിൽ നോമ്പോക്കാത്ത കുട്ടികളെ നമ്മളെ വീട്ടിൽ പ്രായപൂർത്തിയായാൽ അല്ലാഹുവേ ഉണ്ടെങ്കിൽ തന്നെ വാപ്പിമ്മി ചൂടാകും. നോമ്പില്ലാനും വരുന്ന വളരെ നമ്മുടെ പള്ളിയിൽ വളരെ സജീവമാണ്. ആ ആളുകളെ സാമ്പത്തികമായി നമ്മൾ ശേഷിയാൽ നമ്മൾ മെല്ലെ 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 പതുക്കെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാളും നമ്മൾ സന്തോഷത്തിൽ നമ്മൾ പറയാൻ തുടങ്ങി ഞങ്ങളെ വിജയിപ്പിക്കും. ഇസ്ലാമികമായ തൗഹീദ് ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം വളരെ പ്രധാനമാണ്. പക്ഷെ ഈ പറയുന്ന മൂന്നാമത്തെ കാര്യമായി സക്കാത്ത് അബൂജഹലുമായി ബന്ധിപ്പിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ യുവാക്കളുമായ വിദ്യാർത്ഥികളുടെ ശ്രദ്ധിക്കേണ്ട പ്രാർത്ഥനയാണ്. നമ്മുടെ വീട്ടിൽ ചർച്ച ഉണ്ടാകാറുണ്ടോ? മക്കളോട് പറയാറുണ്ടോ? നമ്മൾ കൂടി കൂട്ടിവെക്കാറുണ്ടോ? നമ്മളത് കൂട്ടിക്കഴിഞ്ഞിട്ട് ബദർ യുദ്ധം ജയിക്കുവാൻ ചോദിക്കാറുണ്ട്, പ്രാർത്ഥിക്കുന്നു. അവനാന്റെ മക്കൾ അബുദാബിയിലും ഷാർജയിലും അല്ലാഹും യുകെയിലും കാനഡയിലും ഒക്കെ ജോലി ചെയ്യണ മക്കളോട് മക്കളെ നമ്മൾ ചോദിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് പച്ചയായ പരമാർത്ഥം ഞാനും നിങ്ങളും സാക്ഷിയാണ്. ഏറ്റവും ആ വിഷയന്മാരായ ആളുകളെ സംസാരിക്കണമേ. ചോദ്യമല്ല, ഇടപാടില്ലവരും അത് ഇസ്ലാം കാര്യത്തിൽ പെട്ടതേ അല്ല എന്ന ഒരു നിലപാട് പോലെ നമ്മൾ സഹോദരങ്ങളെ മുഹമ്മദ് നബി ഖുർആനിന്റെ വാക്ക് ഇങ്ങനെയൊന്നുമല്ലല്ലോ. ആരോടാണ് അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബിയെ അബൂജഹൽ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ അങ്ങനെ അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളൂ. ആരോടാണ് പ്രാർത്ഥിച്ചത്? മൺമറഞ്ഞുപോയവരോടാണെങ്കിൽ നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ഔലിയാക്കന്മാരോടാണ് അല്ല. നിങ്ങൾ സക്കാത്ത് കൃത്യമായി നബിയോടാണ് അല്ല. അല്ലാഹുവേ ആ സക്കാത്ത് കൂടി ഉൾപ്പെടുമ്പോഴേ നിങ്ങൾ യഥാർത്ഥ ഇസ്ലാമായി നമ്മൾ യഥാർത്ഥ ഇസ്ലാമിലേക്ക് വരുള്ളൂ. അതേ പ്രാർത്ഥിക്കുന്നതില്ലാത്ത വളർച്ചയില്ലാത്ത സ്വർഗ്ഗപ്രവേശനത്തിന് ആവശ്യമായ ദീൻ ഇതാണ്. തൗഹീദിന്റെ കൂടെ നിസ്കാരത്തിന്റെ കൂടെ സക്കാത്ത് മുഹമ്മദ് നബി ഇസ്ലാമിന്റെ ഭാഗത്തും മുസ്ലിമായി മരിക്കാൻ ഒരാൾക്ക് സാധിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ ജഹലിന്റെ കൂടെ രണ്ടുപേരും അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച കരാറാണ് ബദറിന്റെ അഗക്കാത്ത്. എന്താണ്? ഞാൻ മുസ്ലിം ആകുന്നു എന്ന് പറയുന്നതോടുകൂടി ഈ നമ്മൾ പടച്ചവരിൽ നിന്ന് ഏറ്റെടുത്ത മുസ്ലിം ഉടമ്പടിയാണ് സക്കാത്ത്. സഹോദരങ്ങളെ, അതാണ് ഉടമ്പടി എന്നറിയോ? എന്താണ് അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച കരാർ എന്നറിയോ? എന്താണ് അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞത്? ഞാൻ എന്നെ കുറിച്ച് പറയാം മതി, നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകാൻ. അവിടെയുള്ള മക്കളുള്ള മുസ്ലിങ്ങളോട് പറഞ്ഞത്, കൂട്ടരെ എന്റെ വരുമാനമായി അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണമെന്നാണോ? 1 ലക്ഷം രൂപ എനിക്ക് തന്നു. പടച്ചോൻ ഏകനോട് നമ്മളോട് പറയണോ? അതല്ല, അതിൽ അല്ലാഹുവാണ് വലുത്, നിങ്ങളൊന്നുമല്ല വലുത് എന്നാണോ? 5000 രൂപയിലെ മുശ്രിക്കുകളെ പള്ളി ലോക്കറിലിട്ടോ, അബൂജഹലിനെ പഠിപ്പിക്കണ്ട, വീട്ടിൽ വെച്ച് അബൂലഹബിനെ പഠിപ്പിക്കൊണ്ട് നീ. കാരണം വരുമ്പോഴുള്ള ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും നിന്റെ ബിസിനസിന്റെ വളർച്ചയും നിന്റെ സ്വതക്കയും നിന്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും 40ഓളം ആയത്തുകൾ ഇതും 10 ലക്ഷം സംസാരിക്കാൻ 72,000 രൂപ എന്തിനങ്ങനെ ജീവിതത്തിൽ അല്ലാഹു ഹലാലായ ആളുകളും നമ്മൾക്ക് ഇത് മനസ്സിലേക്ക് ഇറങ്ങാനാണ്. അല്ലാഹു പറയാൻ പോലെ ഉപയോഗിക്കാം. അല്ലാഹു ഹലാലായ ഖുർആനിലൂടെ പഠിച്ചോ നമ്മോട് പറയാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ വേണ്ടി പറയാം, നബിയെ നിനക്ക് ഞാൻ കച്ചവടത്തിന് തന്നതാണ്, റബ്ബർ ഷീറ്റ് കൂടെ തന്നതാണ്, ഞാൻ നിനക്ക് ആഭരണമായി തന്നതാണ്, ആകാശങ്ങളെയും ഭൂമിയെയും മുഴുവൻ വരുമാനമാക്കി അടക്കമുള്ള മക്കയിൽ മുശ്രിക്കുകളെ 75,000 അല്ല പറയാം. നിന്റെ അല്ല അനുവദിച്ച മാർഗ്ഗം കൊടുക്കാനും വീടേറ്റാനും വണ്ടി വാങ്ങാനും ഐഫോൺ വാങ്ങാനും കല്യാണം നടത്താനും അല്ലാഹു അനുവദിച്ച മാർഗ്ഗത്തിൽ അല്ലായിരിക്കും. പക്ഷേ ആ കൂട്ടത്തിൽ 25,000 റുപ്യുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും പരിപാടി കാര്യമാണ് നിന്റെ നാട്ടിൽ. മക്കയിലെ മുശ്രിക്കുകളോട് മുഹമ്മദ് നബി ജീവിതം ചോദിക്കും. ഭക്ഷണത്തിന് പ്രയാസപ്പെട്ട കുറെ മനുഷ്യന്മാരെയായും അവർ ഡയാലിസിസ് ചെയ്ത് പൈസല്ലാതെ മനുഷ്യന്മാരോട് യാചിക്കാൻ മടിയായിട്ട് മരണം കാത്തെടുക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവനാന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം മക്കൾ വാപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആകാശങ്ങളിലും ഭൂമിയിലും എന്ന് ചോദിക്കുമ്പോൾ ചുമരിനോട് സാധുക്കളായ ഒരുപാട് സഹോദര വിഭവങ്ങൾ, ജോലികൾ, താമസങ്ങൾ, വാപ്പാനെ കാണാതെ
മനുഷ്യരെ വാപ്പാനുമായി സ്വർഗത്തിൽ നിന്ന് കാണാൻ കഴിയുള്ള മുഴുവൻ വിഭവങ്ങളോടുകൂടി ചോദിക്കുന്ന മൃഗങ്ങളെയും വകുപ്പില്ലാത്ത ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരാണ്. ഖുർആനിന്റെ നല്ലപോലെ ജീവിച്ചിട്ട് അവസാനം നാട്ടിൽ ഉള്ള പൈസ മുഴുവൻ ഹലാലായ മാർഗ്ഗത്തിൽ ചെലവഴിച്ചിട്ടും മനുഷ്യന്മാരെ മുന്നിൽ കറിയാൻ കഴിയാത്ത അബൂജഹലുമായ മനുഷ്യന്മാരെയും എടാ നിസ്കാരത്താഴുള്ള മഹ്മൂദ് പറയും എന്റെ കയ്യിലുള്ള 70,000 അത് അല്ലാഹുവാണ് ഉപയോഗിച്ച് പ്രവാചകരെ 75,000 ഉൾപ്പെട അത് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞത് ആരാണ് ലോകത്തെ മുഴുവൻ ഞാൻ മുസ്ലിമാണ് പഠിച്ചോനെ ആളുകൾ പറയുന്നത് ഏതോ പോലും അങ്ങനെ പറയുന്നില്ല മുശ്രിക്കീൻ അവസാന ലോകത്ത് മുസ്ലിം ആരാണ് പറഞ്ഞുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും ഒക്കെ ആരാണ് അതിന് അല്ലാഹു പറയാൻ മക്കയിലുള്ള എല്ലാ മുസ്ലിങ്ങളും പൈസയാണ് അല്ലാഹുവാണ് എന്ന് പറയാം. സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ ഞാൻ കൊടുക്കുമ്പോഴും വെക്കണം അല്ലാഹുവിന്റെ വാക്ക് പടച്ചോനാണ്. ലോകത്തെ സസ്യലതാദികൾ പടച്ചത് പടച്ചോനാണ്. ഭക്ഷണം തരുന്നതും ജനിപ്പിച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നവരാണ് ആൾക്കാർക്ക് പോരാടിയവർ അത് കൊടുക്കണട്ടോ മറക്കരുത് കേട്ടോ. വിശ്വാസമാണ് പറയുന്നത്. കഴിഞ്ഞോന്റെ കയ്യിൽ കുറച്ച് പൈസ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പേരിടുമ്പം എടാ അതിന്റെ പേരാണ് ഇല്ല അത് ചേർക്കാൻ പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇവിടെ ഉപ്പാന്റെ പേരെന്താ ചോദിച്ചാൽ 75,000 അബ്ദുള്ള 10,25,000 ജനിക്കുന്നതിന്റെ മുമ്പ് ഈ നാട്ടിലെ പിന്നെയോ ആ പേരിടാനുള്ള കാരണം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പേരാണ് പട്ടിണി കൊണ്ട് സാധുക്കളോടുള്ള ബഹുമാനത്തിൽ പോകുന്നത് സമയം ആശുപത്രിയിൽ ചെലവഴിച്ച സാധുക്കൾക്ക് വിട്ടത് ജീവിതത്തിൽ കുടുംബത്തോടൊപ്പം ജീവിക്കുമ്പോഴാണ് കുടുംബം നഷ്ടപ്പെട്ടു പോയ ആരാധകർക്ക് അല്ലാഹുവിന്റെ അടിമ പൈസ പേരടിമല്ല പേരാണ് നമ്മൾ ഞാനും നിങ്ങളുവിന്റെ വിശ്വാസമുള്ള ഒരാളോട് ഒരു യുവാവിന്റെ കയ്യിൽ ഖുർആനിൽ 1,00,000 നമ്മുടെ കൂട്ടുകാരന്റെ കടയിൽ കൊണ്ടുപോയ കടയിൽ കൊണ്ടുപോകാൻ നേർച്ചയെ കുറിച്ച് പറയാൻ അവൻ കൃഷി വൈകുന്നേരം അവനെ വിളിച്ചു. അതേപോലെ വളർത്തും എന്ത് അതിന്റെ വിളവെടുപ്പുണ്ടാകുമ്പോൾ അതിൽ ഒരു പങ്ക് മാറ്റിവെക്കും. എന്നിട്ട് പറയുന്നില്ലല്ലോ കടക്കാരൻ ഞങ്ങൾ പടച്ചോന്റെ മാർഗ്ഗത്തിൽ നേർച്ച പറഞ്ഞിട്ടില്ലല്ലോ. മൂന്നാമത്തെ കടക്കാരൻ നേർച്ച നേർന്നതാണ് ഈ പടച്ചോന്റെ മാർഗ്ഗത്തിൽ നമ്മൾ എന്താ പറയാ നേർച്ച നേർന്നതാണ് ഞങ്ങൾ. അതിനെ കുറിച്ച് നമ്മുടെ വാചകനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിലേക്ക് എന്താ ചോദിക്കണമെന്ന് അറിയോ? ഞാൻ ഒരിക്കൽ പോലും വിശ്വസിക്കൂലടാ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് നേർച്ച നേർന്നില്ലേ? എന്താ നമുക്ക് നമ്മളെക്കാളുമാക്കി വേണ്ടി ഒരു ജീവിതത്തിൽ ഭക്തിയോടുകൂടി ജീവിച്ച മനുഷ്യന്മാരുണ്ട്. സഹോദരങ്ങളെ ഞാൻ നേർച്ച നമ്മളെക്കാൾ കൂടുതൽ ജോലി കിട്ടാനും വേണ്ടി PS മനുഷ്യന്മാരുണ്ട്. നമ്മളെ ആരാധിച്ചിട്ട് ഉമ്മാരല്ലേ അവരുടെ ചോദ്യാത്തത് പടച്ചോ നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമ്മളെ വിശ്വാസമായിട്ടല്ലേ ഞാൻ എന്നിട്ട് 2.5% കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മാർഗത്തിൽ പൈസ കൊടുക്കാതെ അതുകൊണ്ട് വണ്ടി വാങ്ങി അതുകൊണ്ട് ആപ്പിളിന്റെ ഫോൺ വാങ്ങി അതുകൊണ്ട് പേരന്റെ മോൾക്കെടുത്ത് അതുകൊണ്ട് AC വാങ്ങാലും അതുകൊണ്ട് ബിരിയാണി ബ്രോസ്റ്റ് നിന്നിട്ട് അതുകൊണ്ട് ഞാൻ തങ്ങാടി നീ നടത്തിയ പേര് വഞ്ചകനല്ലാതെ കള്ളനല്ലാതെ ചതിയനല്ലാതെ ദീനിൽ എന്താ പേരിക്കോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറയാൻ എന്നുള്ളത് ഇസ്ലാമിൽ 4 ഇസ്ലാംകാരെ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ സമീപനം നമ്മുടെ സമീപനം
അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അവനവന്റെ വരുമാനത്തിൽ നിന്ന് അല്ലാഹുവിനെ നേർച്ച നേരുന്ന അവനവന്റെ ജീവിതത്തിൽ പൈസയോട് ഇബാദത്ത് എടുക്കാൻ സക്കാത്തായിട്ട് നേർച്ച നേരുന്ന ആരായിക്കോട്ടെ അവനാണ് 85 വയസ്സിൽ പാരമ്പര്യമാകട്ടെ പെണ്ണാകട്ടെ ലോകം പഠിച്ചതല്ലേ അല്ലാഹുവിന്റെ പേരിലല്ലേ മക്കൾ പൈസ എന്നത്. അപ്പൊ നമുക്ക് സംശയം അല്ലാഹുവാണ് ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നത് എന്നല്ലേ ശതമാനത്തിൽ 2 പേര് ബാക്കി ആരല്ലേ അല്ലാഹുവിന്റെ മാർഗത്തിൽ നേർച്ച നേരുന്നവരുടെ മാർഗത്തിൽ അതുതന്നെയല്ലേ അബൂജഹലും ചെയ്യുന്നത്. കാര്യം അറിയാൻ എങ്ങനെയാണ് നബിയും അബൂജഹലും പൈസ കൊണ്ടാണ് മാറിയത് മരുന്നിന് കൊടുക്കുന്നത്. അതേ പൈസ കൊണ്ടാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്. ബദറിന്റെ പൈസ കൊണ്ടാണ് കല്യാണം നടത്തിയിട്ട് 1000 ആൾക്കാരെ വിളിച്ചിട്ട് 6 ലക്ഷത്തിന്റെ കല്യാണം നടത്തുന്നത്. ഈ 2 വിഭാഗം കല്യാണം എങ്ങനെയാണ് വിജയിപ്പിക്കുന്നത്? മക്കളെ തിരിഞ്ഞുകുത്തുന്നത് പടച്ചോന്റെ ജീവിതം എങ്ങനെയാണ് പടച്ചോന്റെ ബർക്കത്തില്ലാത്ത പാവപ്പെട്ടവന്റെ കണ്ണുനീരും അവന്റെ വീട്ടിലും എത്തിക്കേണ്ട പൈസ കൊണ്ട് അവനാൻ റോയൽ എൻഫീൽഡ് ബുള്ളറ്റും പോകും. അവനാന്റെ 2 കൊണ്ടാണ് ശക്തമാകുമ്പോൾ ബർക്കത്തില്ലാതെ ആക്കിയ പൈസ ആരോട് കൊടുക്കാൻ ആയത്താട്ടോ. അവനാന്റെ ജീവിതത്തിൽ പടച്ചോൻ ഏൽപ്പിച്ചതാണ്. നെഞ്ചു പടയണമെങ്കിൽ അവനാന്റെ പൈസയാണ്ടേ പടച്ചോൻ പറഞ്ഞാണ് അവനെ ഏൽപ്പിച്ചവരോട് ദുആ ചെയ്യും കൊണ്ടുപോയി കൊടുക്കണം. ഗൾഫിൽ നിന്ന് ഒരാൾ മുശ്രിക്കുകൾ അല്ലാഹുവോട് ദുആ ചെയ്യും. എന്റെ വീട്ടുകളുടെ മിക്സിയാണ്, എന്റെ വീട്ടുകളുടെ പെർഫ്യൂമാണ്, എന്റെ കുട്ടികളുടെ കുറച്ച് മിഠായിയാണ്. കേട്ടോ പടച്ചോൻ പറയുമ്പോൾ നമ്മുടെ വല്ല സമയം ഉണ്ടാകുന്നുണ്ടോ? അതേപോലെ നമുക്ക് കൊണ്ട് നമ്മളിലൂടെ പടച്ചോൻ യഹോവയുടെ നിയമങ്ങൾ കീഴ്വണക്കത്തോടെ അവർ പടച്ചവനോട് പ്രാർത്ഥിക്കണോ? വഞ്ചകനാണ് സഹോദരങ്ങളെ. നമ്മൾ ആകരുത്, ശരിക്കായി ആകരുത്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ സമ്പത്ത് മുഴുവൻ ഹലാലാകണമെങ്കിൽ എന്താ മാർഗം? സക്കാത്ത് കൃത്യമായിട്ട് പ്രശ്നം അറിയോ? ആ സമ്പത്ത് 100% പരിശുദ്ധമായി തമ്മിലുള്ള വ്യത്യാസം ചർച്ചോട് ചർച്ച. ഇസ്ലാമും കുഫറും തമ്മിലുള്ള വ്യത്യാസം എത്രയോ മൗലവി അബൂബക്കർ 8 വരെ അബൂജഹലും കൂലിട്ടോ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. നെഞ്ചത്ത് കെട്ടിണീന്റെ കൂടെ ഇമാമിന്റെ കീഴിൽ തന്നെ ചർച്ചയാണ്. ഒന്നിനും നിസ്സാരപ്പെടുത്തുന്നില്ല. അബൂജഹലും പറഞ്ഞ കാര്യമാണ്. അല്ലാഹുവിനെ നേർച്ച വാപ്പാരന്മാരെ ചോദിക്കണേ. ഭൂരിപക്ഷമായ കാര്യല്ലേ അല്ലേ? അബൂജഹലും ടീമുകളിലെ ശ്രേഷ്ഠതകളല്ലേ പിടിച്ചു സത്യാനത് പുലിഗാമികളെ കൂലി ചെയ്തു. പള്ളിക്കൊക്കെ വന്നീന്റെ കൂലി പരിഗണിക്കുകയും അവർ നാമത്തത് ചെയ്യണ്ടേ ചെയ്യുകയും നിർവഹിക്കുകയും അതിനെപ്പറ്റി നിർവഹിക്കുകയും ചെയ്യുന്ന അത്ഭുതമാണ്. അവർ മൂന്നില്ല. മുഹമ്മദ് നബിയോ സംസാരത്തോടെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു. നമ്മൾ അല്ലാഹുവിനോട് മാത്രം സഹായം തേടി മാത്രം വഴിപാടുകൾ നടത്തി പടച്ചോനോട് പറഞ്ഞിട്ടേ ഒന്നോ രണ്ടോ സ്ഥലത്ത് പടച്ചോനോട് 28 സ്ഥലത്ത് മാത്രം അറിയാതെ ബദറിന്റെ അകക്കാം. ഇതാണ് വിശ്വാസം, ഇതാണ് ആദർശം. അറിയാതെ പോലും ആദർശം. ഇതാണ് മുഹമ്മദ് കണിശതയുള്ളവർ. ഇതിന്റെ ശബ്ദം മാത്രമാണ് പോരാ. 55 മിനിറ്റ് നിസ്കരിച്ച പോരാ. അതുകൊണ്ടാണ് നിൽക്കുന്ന ആൾ കുറച്ചുകൂടി പറഞ്ഞത് അയാൾ ചെയ്തു. സുബഹിന്റെ ജമാഅത്തിന് ഇന്നതോതാം അവർ അല്ലാഹുവിനോട് ആ ആയത്തിന്റെ അവസാനം മറ്റെങ്ങനെ വരും? ഈ ഭാഗത്ത് രക്ഷപ്പെടുത്തിയാൽ അപ്പോൾ ഈ ഭാഗത്തൊക്കെ കൊണ്ടുകൊടുത്തതാണ്. ഇബ്രാഹിം നബിന്റെ കൊണ്ടും നമ്മൾ രക്ഷപ്പെട്ടു എന്നവര് പറയും. അതാ ശിർക്ക്. ഇത് സക്കാത്തിന്റെ വിഷയമാണ് അവർ പഴച്ചത്. നമ്മൾ പറഞ്ഞില്ലേ അവർ പടച്ചോന് വേണ്ടി നേരും കന്നുകാലികളെയും കൃഷിയിടങ്ങളെയും എങ്ങനെയുണ്ടടാ കൃഷിവസ്തുക്കളെയും എന്നിട്ട് അവർ പറയും തന്നെ പൊട്ടണ്ടോ വേറെ തുടങ്ങിയ സമ്പത്തും കുറച്ച് ഇത് അമ്പിയാക്കന്മാർക്കുമുള്ള നേർച്ചയാണ്. പടച്ചോനറിയില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ടാണ് അല്ലാഹു എന്നെ എന്തിനാണ് പറഞ്ഞത്? എന്തിനാണ്
അല്ലെന്ന് പറയാനല്ല. നിങ്ങളെ ക്ഷണിക്കുന്നത് കണ്ണിന്റെ കട്ടെന്ന് പറയാൻ ഹൃദയത്തിന്റെ ചാഞ്ചാട്ടമായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നമ്മളത് കൊടുത്തിട്ട് നമ്മൾ അല്ലാഹുവിന്റെ പൈസ പലരോടും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഏകനായ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമാണ് എന്ന് ഹലാലാക്കാനാണ് അല്ലാഹു എന്നെ പറഞ്ഞയച്ചത്. അവന്റെ സമ്പത്ത് കൊടുക്കണം. നമ്മൾ പിടിച്ചു നിങ്ങളെ ക്ഷണിക്കുന്നത് പടച്ചോനല്ല. അതുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ പറഞ്ഞു നേർച്ചകൾ ആരാണ് സത്യം ചെയ്യുന്നത് ബർക്കത്ത് പ്രതീക്ഷിക്കുന്നു, അവരെ ഭയപ്പെടുന്നു, മുശ്രിക്കുകളോട് മാത്രം ഇബാദത്ത് ചെയ്യണം അല്ലാഹു എന്നെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് വിശ്വാസികളെ കൊടുക്കാത്തവരാണ്. ചോദിക്കുകയാണെങ്കിൽ മാത്രം ചോദിക്കണം. അവരത് സഹായം ചോദിക്കുകയാണെങ്കിൽ പടച്ചോനോട് മാത്രം സഹായം ചോദിക്കണം. മാത്രമാണ് കൂട്ടരെ പോയി അവർ ദുനിയാവിനോട് മാത്രം അല്ലാഹുവിനോട് മാത്രം സ്വർഗത്തിൽ നിന്ന് നമ്മൾ മരിച്ചിലേക്കെത്തും. അതുകൊണ്ടാണ് ഉറപ്പിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് നമ്മൾ സല്ലിപ്പിക്കുന്നത്. നിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിരിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഇതിനങ്ങനെ രണ്ട് ലോകവുമായി പരലോകത്ത് നമ്മൾ കുറ്റക്കാരനാകുക, അടി നടക്കുക. എടാ നിങ്ങൾ ഇങ്ങനെ മാറണം. നമ്മുടെ ജീവിതത്തിൽ തീരുമാനം ഞങ്ങൾ വിശ്വസിക്കുന്നതായിട്ട് കണക്കൂട്ടുക. ഈ നാടും ഈ പ്രപഞ്ചവും അള്ളയാണ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതാണ് വലിയൊരു സമാധാനം. പടച്ചോനെ വിളിക്കണമാര് വേറെ ആരെങ്കിലും എന്നും നിസ്കരിക്കണം. സൃഷ്ടിച്ച് പരിപാടികളെല്ലാം വാദം. പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? നിഷ്കളങ്കരായ മനുഷ്യരെല്ലാം വരും. 30 നമ്മളെ നാട്ടിൽ സാധാരണക്കാർ, നമ്മുടെ കുടുംബത്തിലെ സാധാരണക്കാർ, നമ്മളെ കൂട്ടുകാരെ സാധാരണക്കാർ ഒരു പറഞ്ഞു കൊടുക്കണം. നമ്മൾ തീരന്നല്ല. ഒരാൾ അല്ലാഹുവിൽ വിശ്വസിച്ചു മുസ്ലിം ആകൂല. തീരാത്തത് ഒരാൾ അല്ലാഹുവാണ് ലോകം കാണിച്ചത്. ചോദിക്കലുമാകൂല. അവനാന്റെ ജീവിതത്തിൽ മുസ്ലിം ആകൂല. കണ്ടാന്നുള്ള നീളത്തിലാണോ പടച്ചോനാണ് എനിക്ക് ജീവിതത്തിൽ പറഞ്ഞതുകൊണ്ട് മുസ്ലിം ആവൂല. അങ്ങനെയാണെങ്കിൽ അല്ലെന്ന് പറഞ്ഞറിയോ? ഒരാൾ ഇസ്ലാമിലേക്ക് കൂടി ചോദിക്കണം പറഞ്ഞാൽ മതി എന്ന് പറയണം. അതുകൊണ്ടാണ് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ ഇസ്ലാമിലാവില്ല. പിന്നെയോ ഒന്നോ രണ്ടോ ജീവിതം കൊണ്ട് തെളിയിച്ച് ജീവിതത്തിൽ പ്രതീക്ഷാനോ തേടാനോ ഒരാളോടും എന്ന് വിശ്വസിക്കുമ്പോഴേ മുഹമ്മദ് നബിയാകൂ, അല്ലെങ്കിൽ അബൂജഹലിന്റെ ആദർശമായി മാറും. അതുകൊണ്ടാണ് അങ്ങനെ പറയിപ്പിച്ചത്. ആൾക്കാർക്ക് സക്കാത്തുണ്ട് മൗലവി, ആളുകൾ മനസ്സിലല്ലാത്ത 3 അക്കൗണ്ടിലാക്കുമ്പോ 3-ലും 10 പവൻ തികയണ്ട. അതേ പടച്ചോനോട് മാത്രമേ ആരാധന ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. സ്വാഭാവികമായി ഞാൻ നിങ്ങളിന്റെ അക്കൗണ്ടിലാക്കി നമ്മുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ഞാൻ എല്ലാം എല്ലാം പടച്ചോനാണ് എന്ന് വിശ്വസിച്ചു ഭൗതിക സൗകര്യമാരിലാക്കി ഭാവി തല്ലൂടാതെക്കാൻ അവരെ വിളിക്കണം. എങ്ങനെ അറിയോ? സഹോദരങ്ങൾ നമ്മളില്ല ടാക്സ് അടക്കണം. ഇബ്രാഹിം നബിയെ വിളിച്ചാ പറഞ്ഞത് ടാക്സ് 8 അവകാശികൾ നിശ്ചയിച്ച നീ അത് രാജ നൽകണമേ പോലെ നബിമാരെ വിളിച്ചതിന്റെ പേരിലാണ്, ഔലിയാക്കന്മാരെ വിളിച്ചതിന്റെ പേരിലാണ്, സാദൃശ്യമാണ്. വിഗ്രഹം ചെയ്യണം ഒരു നീയത്താല് കാരണം അല്ല പറഞ്ഞു. അങ്ങനെ ഒരു സംശയമില്ല.
പക്ഷേ ചോദിച്ചു പഠിപ്പിക്കാൻ അറിയാത്ത അടിസ്ഥാനപരമായ ചെലവിന് ഒരു ഹുക്കുമില്ല. അടിസ്ഥാനപരമായ ചെലവിന് ഞാൻ പൈസ ഒഴിവാക്കുക. അവിടെ ഒന്നാമത്തെ 590 സമാനമായ പൈസ അടിസ്ഥാന ചെലവ് ഒഴിവാക്കിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ വില നോക്കുമ്പോൾ എല്ലാ 65,000 നമുക്ക് അടിസ്ഥാന ചെലവ് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിൽ വരുമാനമുണ്ടോ ആ മൊത്തം വരുമാനത്തിന്റെ വഴി നമ്മൾ കഴിഞ്ഞിട്ടുള്ള മൊത്തം വരുമാനത്തിന്റെ നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ അവരോട് തേടുന്നത്. ആരെ വാദം അറിയോ? അബൂജഹലിന്റെ വാദം. കൃഷിക്കാരന് മറുപടി എന്താ അറിയോ? കൃഷിക്കാരന് 6 കിൻഡൽ സമാനമായത് ഒരു വർഷത്തിൽ ഉണ്ടോ എങ്കിൽ തേങ്ങയാണോ? അല്ലാഹു പറയാൻ 20 ആൾക്കാർ നിൽക്കുമ്പോൾ നിങ്ങൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശുപാർശ പറയും. അങ്ങനെ ഞാൻ 50 ഉറുപ്പ്യ വെക്കുകയാണെങ്കിൽ 30,000 കാര്യമുണ്ട്. നിങ്ങൾ പറയും കൊടിയ പാപമായി അറിയാമാത് കൺഫ്യൂഷൻമാകും എന്ന വാദത്തിന് മനസ്സിലാ. ആഭരണമാണോ 10 പവന്റെ മുകളിലുണ്ടെങ്കിൽ സക്കാത്ത് 10 പവന്റെ മുകളിലല്ല. 11 പവനുണ്ടെങ്കിൽ 11 പവന്റെ സക്കാത്ത്. എന്താ അറിയോ? 2 പവന്റേതല്ല. അവർ അറിയാത്തതല്ല. നമ്മളെ ശൈത്താൻ ഇങ്ങനെ കൂടെ മുറുക്കുക. മഹത്തുക്കളായ സക്കാത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം കാര്യമുള്ളൂ. നമ്മൾ വീണ്ടും അഭിപ്രായം തേടുകയാണ്. എന്ത് പടച്ചോന്റെ വാക്കെന്താ അറിയാം? പടച്ചോനെക്കാളും വലിയ അടുത്തോ വേറെ ആരുമില്ല. ദാരിദ്ര്യം നിറഞ്ഞ് പടച്ചോനാണ് ഏറ്റവും അടുത്തവരും. പടച്ചോൻ നേരെ ചോദിച്ചാലാണ് നേരത്തെ ഉണ്ടാവില്ല. വീട് പണിങ്ങളുണ്ടാവില്ല. തെറ്റുന്ന മൂല്യമാര് പറഞ്ഞിട്ട് കൊടുത്താൽ ഓൽക്കൊക്കെ കുറെ സംഘടന ഉണ്ടാവും. ഓലൊക്കെ കടം കൊടുക്കും. അനക്കാരും തരാണ്ടാവും. പറയാൻ ഇതാരാ പറയാ? ശൈത്താൻ പറയും. ഞങ്ങള് ഔലിയാക്കന്മാരും വിളിക്കുന്നത് കൊടുക്കാൻ കേട്ടോ. അമ്പിയാക്കന്മാർക്ക് കൊടുത്ത കടിവുള്ളൂ. കൊടുത്ത കഴിവെന്ന് അവരെ ഹജ്ജിന്റെ സമയത്തിൽ തൽബിയത്ത് എങ്ങനെയാണ്? എന്നാൽ പടച്ചോൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത് ഇത് മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യുന്നതാണ്. അവന്റെ പാപങ്ങൾ അവരെ ശീകരിക്കുമെന്നാണ് പറഞ്ഞതാണ്. അവർ ബാക്കി എന്താ കൊടുത്തടാ അല്ലാഹുവേ എന്റെ പേരിൽ വിളിക്കുത്തരമേകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ വിളിക്കുന്നത്. പക്ഷെ ഒരാളോട് ഞങ്ങൾ നിന്നോട് ചേർത്ത് നെഞ്ചത്ത് കൈവച്ചാണ് മുതൽ നീ കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നത്. സന്തോഷവും സമാധാനവും സാധാരണക്കാരായ പൈസന്റെ ഉടമസ്ഥൻ അല്ലാഹുവിന്റെ മറുപടി പടച്ചോൻ തീരുമാനിക്കുന്ന മറുപടി. പടച്ചോനെ കരാറുകൾ പൂർത്തിയാക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു കൊടുക്കുക. ഭാവനയിലാണ് ഇന്നാളുകൾക്കൊക്കെ ഇന്നതൊക്കെ കൊടുക്കുന്നവരോടൊക്കെ ചോദിക്കാൻ ആരാ പറഞ്ഞത്? സക്കാത്ത് കൊടുത്തിട്ടില്ല. ഇബ്രാഹിം നബിയെ വിളിക്കുന്നത് ഒരു പ്രശ്നമില്ല. ലുക്കായിട്ട് പുതിയ കാല് മക്കളെ ഉമ്മമാരെ പാരമ്പര്യമായിട്ട് കെട്ടുകണക്കിന് അവനാന്റെ ലോക്കറിലും പാരമ്പര്യമായി കിട്ടിയ 50 പവനും സ്വർണ്ണവും മനസ്സിലാവൂലേ?
അത് പേരക്കുട്ടിയുടെ ലാസ്റ്റൂട്ടിന്റെ കല്യാണമാണ്. തറവാടിന്റെ മഹിമയാണ്. കൊടുക്കാൻ പറ്റൂല. ആരെ വിളിക്കാന്നറിയോ? ആരെ വിളിക്കാൻ? ഇവിടുന്ന് ഞാൻ കൈലാമത്തുണ്ട് ഒന്ന് കൊടുക്കൂല. അവർ നാളെ ശുപാർശ വെക്കുക. മൂന്ന് സ്വർണം വെള്ളി അവർക്ക് അള്ള കൊടുത്ത കഴിവിങ്ങനെ ചോദിക്കുന്നത്. ഞങ്ങൾ പാരമ്പര്യമായി ഞങ്ങളെ വാപ്പാരും ഇങ്ങനെയാണ്. അല്ലാന്റെ വാക്കെന്താ? ഈ 4 വർത്താനം പറഞ്ഞവരെ ഉള്ളാളം വിളിക്കാൻ, നടത്താൻ ഈ 4 കാരണം അബൂജഹൽ പറഞ്ഞ നമ്മുടെ കാലമല്ലാത്ത 5ാമത്തെ കാരണം ഉണ്ടാകുക. 2000 വരെ പോരുക. ഉംറക്കിടക്കിടക്ക് പോയി വരിക. നമ്മൾ വലിയ ചെയ്തിട്ടോല്ലേ പറഞ്ഞ ഭാര്യ വീട്ടുകാരോട് മാന്യമായിട്ട് ചോദിക്കും. കിടക്കുന്ന മനുഷ്യർ അടുക്കലേക്ക് നിങ്ങൾ എന്തിനാണ് സ്വർണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഒരു ജാറത്ത് തന്നെ പോയി ചോദിച്ചൂടെ? പിന്നെ ആ ജാറത്ത് പോയാൽ ഒരു കുട്ടിയുടെ കുട്ടിയുടെ ജാറത്ത് പോയാൽ ഇന്ന ജാറത്ത് പോയാലേ കിട്ടുള്ളൂ. ഇതാരാ പറഞ്ഞത്? കൊടുത്തട്ടിയുടെ കയ്യുണ്ട്. ഞങ്ങൾ ഉമ്മാനോട് അല്ല പറഞ്ഞത്. ഇതാരാങ്ങൾക്ക് പറഞ്ഞത്? ഈ വിശ്വാസത്തിലാണ് എന്റെ കയ്യമ്മത്തോട് ബദറുണ്ടായത്. കൊടുത്തിട്ടില്ലേ? ഈ വിശ്വാസത്തിന്റെ പേരിലാണ് ഇസ്ലാം എന്ന് പുറത്തുപോയത്. ഈ വിശ്വാസത്തിന്റെ പേരിലാണ് പടച്ചോന്റെ ശാപമുണ്ടാകരുത് പറഞ്ഞത്. ഇതിൽ ഒരു വഴിയാതെയാണ് നമ്മുടെ എളമ്പയും നമ്മുടെ ഊത്താപ്പയും നമ്മുടെ ഭാര്യ വീട്ടുകാരുമായി വീട്ടുകാരും ആയിരക്കണക്കിന് സാധുക്കളായ മുസ്ലിം സഹോദരങ്ങളെ അവനാന്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നത് പറഞ്ഞു യുവാക്കളെ ആളുകളെ പറഞ്ഞെടുക്കണം. അർത്ഥം അള്ളാന്റെ അടിമ ആരാട്ടത്തിലെ മുത്തലിബ് നബി ജനീലിന്റെ 2 വളപ്പാക്കി അബ്ദുള്ളാന്റെ അടിമകളുടെയും കൈകാൻ അറിയില്ലേ? ധരിപ്പിച്ചോനറിയില്ലേ? അതിനെ ജയിക്കാൻ വേണ്ടി ആരോടാ പ്രാർത്ഥിച്ചത്? മുമ്പ് കഴിഞ്ഞു പോയ എങ്ങനെയാണ് തേടി അബൂജഹൽ മുശ്രിക്കായത്? ഈ പഠനമാണ് ബദറിൽ നടക്കേണ്ടത്. പഠനത്തിനാണ് എന്ന പടച്ചോരോട് മാത്രം മനസ്സിലേക്ക് വരേണ്ടത്. തീരുമാനിക്കണം നമ്മൾ കൂടെയാണ് നിൽക്കേണ്ടത്. പടച്ചോനോട് മാത്രം പണ്ഡിതന്മാരോട് മാത്രം പടച്ചവനാലും സഹായം തേടാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കുടുംബവും തയ്യാറാവുക. അനുഗ്രഹിക്കാനൊക്കെ ശ്വാസം മുട്ട് വരെ ഉണ്ടാവുള്ളൂ. മൂക്ക് കൂടെ ബ്ലഡ് വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. കക്ഷത്തിലൊരു മുഴ വന്നിട്ടേ ഇതിങ്ങനെ RCC കൊണ്ടുപോകാറുന്നത് വരെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ മരിക്കാൻ കിടക്കും മരക്കാരോട്. ഞാൻ വലിയ തറവാട്ട് താഴെ ഇനി അവിടുത്തെ ഇന്റെ സ്ഥലം വിറ്റിട്ടാണ് അവിടെ കോളേജ് ഉണ്ടാക്കിയത്, മദ്രസ ഉണ്ടാക്കിയത്, കൊല ഉണ്ടാക്കിയത്, ഓഫീസ് ഉണ്ടാക്കിയത്. മരക്കാട് അതൊന്നും ഉത്തരല്ല. ഒറ്റ ചോദ്യാണ് മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പം അല്ലാഹു റബ്ബി എന്ന് പറയാൻ അല്ല പറഞ്ഞ ഇസ്ലാം കാര്യത്തിലെ 5 എണ്ണം അവനാണ് തോക്കത്തുണ്ടായിട്ട് ചെയ്തിക്കണോ? ഈ വിഷയം അത് ചെയ്തിട്ടില്ല. പിന്നെ അനുഭവിക്കാൻ തുടങ്ങാൻ നമ്മുടെ ഒരു നാട്ടിൽ ആ അനുഭവത്തിന്റെ ഒരൊറ്റ ഭാഗം ഖുർആൻ പറഞ്ഞത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ദുനിയാവുന്നേ സക്കാത്ത് കൊടുക്കാതെ പരലോകത്തേക്ക് പോയ മനുഷ്യനെ അള്ളാഹു ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ടോ അവന്റെ സമ്പത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടും. അവന്റെ സമ്പത്ത് ആഭരണം ഉണ്ടാവും, പരിസരങ്ങളിലുള്ള പൈസ ഉണ്ടാവും, ചില്ലറുണ്ടാകും, തട്ടിയെടുത്തുണ്ടാവും, കൊടുക്കാത്തൊക്കെ ഉണ്ടാവും. എല്ലാം കൂടി പടച്ച തമ്പുരാൻ ഒരുക്കും, മെറ്റലാക്കിയുള്ള ഒരുക്കും. എന്നിട്ട് അവന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും നെറ്റിഭാഗത്തും പടച്ചവൻ അവന് അതുകൊണ്ട് വേവിച്ചു വെക്കും. ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ സഞ്ചി മെഴുകുതിരിന്റെ മുകളിൽ ഇങ്ങനെ ആക്കിയിട്ട് കയ്യമ്മ ഇങ്ങനെ ഉറ്റിച്ചോക്കൊണ്ടി രണ്ടാമത്തെ ഒറ്റിക്കൽ നമ്മൾ കയ്യെടുക്കും.
ഈസാ നബി സമുദായം ഉണ്ടായി. അള്ളാഹു തീയിലിട്ട് ഉരുക്കി നമ്മുടെ സമ്പത്തിനെ ലോഹമാക്കി അതിട്ട് ഉരുക്കി നമ്മുടെ ശരീരത്തിൽ ബാപ്പാരെ ഉമ്മാരെ 12 ഇടവണ്ണങ്ങാടിയിൽ ചെരുപ്പിടാതെ താരട്ട റോട്ടും പോയിട്ട് 10 ഇഞ്ച് കാലും കൊണ്ട് നിൽക്കാൻ കഴിയില്ല. പൊള്ളച്ചിട്ട് നമ്മൾ പോകും. പ്രഭാഷണങ്ങൾ സമ്പത്ത് മുഖത്തും ശരീരത്തിന്റെ പിൻഭാഗങ്ങളും മുൻഭാഗങ്ങളും പടച്ചവൻ വെക്കും. എന്നിട്ട് പറയും അതേ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കൊടുക്കാതെ നീ ഉണ്ടാക്കിയ പൈസ ആസ്വദിച്ചോ. എന്താ പറഞ്ഞ കുറയുന്നല്ലേ? കുറഞ്ഞിട്ടില്ല, കൂടന്നെയാണ്. കുറഞ്ഞിട്ടില്ല, കൂടന്നെയാണ്. തറവാട് മുതലാന്നല്ലേ? അനുഭവിച്ചോ. നേരെ ഓപ്പോസിറ്റ് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ പടച്ചോനോട് കൊടുത്ത കരാർ തെറ്റിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞ് ആസ്വദിച്ചോ എന്ന് പരലോകം പറയും. പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഇതേ കാര്യമാണ് മരിക്കുമ്പോൾ ഞാൻ മരിച്ചാൽ എന്റെ അനന്തര സ്വത്തിന് കൂടെ സക്കാത്തും കടവും വീട്ടിയിട്ട് അനന്തരാവകാശികൾക്ക് അരസന്റ് പോയിട്ട് ഞാൻ മരിച്ചു. ഞാൻ മരിച്ച എന്റെ അനന്തര സ്വത്തിന് സക്കാത്തും കടവും വീട്ടിയിട്ട് ബാക്കി അനന്തര സ്വത്താകുള്ളൂ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ എങ്ങനെയാണ് പ്രാധാന്യം വെച്ചാല് മരിക്കുമ്പോൾ നേരെയാക്കി മരിച്ചു പോകുക, മരിക്കാനുണ്ടാക്കുക. ആരെങ്കിലും ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ കറാമത്ത് കൊണ്ട് മലക്കുൽ മൗത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമെന്ന് പ്രാർത്ഥിക്കുക. ഏത് ദിവസം എന്നറിയോ? ഏത് ദിവസം പടച്ചോനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് ലോകത്ത് പ്രഖ്യാപിച്ച് അതിന്റെ പേരിൽ യുദ്ധം നടത്തി അതേ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കും. ഇങ്ങോട്ട് അതിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കുക, കോഴിയിറച്ചിണ്ട്. അപ്പൊ നമ്മളെ ആൾക്കാർ രണ്ട് കാര്യം. മൗലവി ആഘോഷത്തിലൊന്നും ഞങ്ങളില്ല, എന്നാലും നെയ്ച്ചോറ് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ കേട്ടു. ബീഫ് വരട്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ദഫ്മുട്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മളതിന് മാറുന്ന നമ്മളെ പറ്റി ഓലെന്താ കരുതുക? ഞാൻ ക്ലബിന്റെ പ്രസിഡന്റ് അല്ലേ, ഞാൻ മെല്ലെ മുഖം കാട്ടിയെങ്കിലും പോരണ്ടാരം പോലെ നോമ്പ് പോലെ നിങ്ങളൊന്ന് ആലോചിച്ചു. ഇസ്ലാമികമായി മുസ്ലിമായി ജീവിക്കണം സ്വർഗം കിട്ടാൻ. ലോകത്തെ ഏത് കാര്യവും പടച്ചോൻ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പടച്ചോൻ പുറത്തുതരും. പക്ഷെ അള്ളാഹ് പൊറുക്കൂല. നേർക്ക് നേരുള്ള ആയത്തെന്താ അറിയോ? പടച്ചവന്റെ നേർക്ക് നേരെ ഒറ്റ ആയത്തോട് മനസ്സിലാവും. അള്ളാഹു നേർക്ക് നേരെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എങ്ങാനും ഇത്തരം കാര്യത്തിൽ നമ്മൾ സമീപിച്ചാൽ ഇന്നഹു മയുശ്രിക്കുമില്ല, ശിർക്കുമായിട്ട് സഹകരിച്ചാൽ, കോംപ്രമൈസ് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം ഹറാമാണ്. സ്വർഗ്ഗം ഹറാമാണ് എന്നറിയോ? ചോദിക്കാൻ അധികാരമില്ല, കഴിഞ്ഞില്ല. വമഅവാഹുമുന്നാർ, അല്ലാഹു ഉറപ്പിക്കാൻ സ്വർഗ്ഗ ഹറാമാന്ന് പറഞ്ഞ എന്താണ് കൂട്ടരെ? നരകത്തിൽ ശാശ്വതമാണ്. നരകത്ത് കടന്നിട്ട് നിലവിളിച്ചാൽ പിന്നെ സഹായത്തിന് ആരുമില്ല. യൂട്യൂബിന്റെ ആൾക്കാരൊക്കെ ഈ നാട് സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. നിങ്ങളുടെ ആണ്ടിന് 1000 ആളുകൾക്ക് നെയ്ച്ചോറും കോഴി. കുഴപ്പമില്ല, ഞാനും കുഴപ്പമില്ല. അല്ലെങ്കിൽ ബസുമതി അരി നമ്മളോട് ചെയ്തിട്ടില്ലല്ലോ. സക്കാത്ത് കൊടുക്കാൻ പാടുള്ളത് ആ 8ന്റെ പുറത്ത് ആരാണ് ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ച് 8ന്റെ പുറത്ത് കൊടുത്ത എന്നാണ് എനിക്ക് ചോദിച്ചതായിട്ട് ഓർമ്മയുണ്ട്. നിങ്ങൾ ആ ഭാഗം എല്ലാവരും യുവാക്കളോട് പറഞ്ഞറിയോ? യുവാക്കളെ മനസ്സിലാക്കുക, ഇതാണ് സക്കാത്ത്. എങ്ങനെ തീർച്ചയായും ഞാൻ ഒരു കുത്തുബി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ വാപ്പാനെ ഒരാൾ ഇവിടുന്ന് വെട്ടിവെച്ചാണ് കൊന്നു. കൊന്നിട്ട് അതിന്റെ ഒരു 1ാമത്തെ ആണ്ട് ഇവിടെ നടക്കുക. കൊന്നോലും ഇവിടെ ആഘോഷം നടത്തുകയാണ്. വീട് പഴയ നെയ്ച്ചോറും ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഇറച്ചി കൊണ്ട് പരിഹരിക്കുമ്പോ നമ്മള് നെയ്ച്ചോറൊന്നും ചെയ്തിട്ടില്ലല്ലോ, വാപ്പാനെ കൊന്നതാണെങ്കിൽ ഞാൻ തിന്നാണ് നമ്മൾ പറയോ? ഇല്ല. എന്തേ കാരണം? അവിടെ നെയ്ച്ചോറും ബീഫല്ല പ്രശ്നം. എന്തിനു വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്നു? പടച്ചോൻ ഇഷ്ടപ്പെട്ടതാണോ അല്ലയോ എന്ന പ്രശ്നം. സൂറത്ത് മാഇദയിൽ പന്നിമാംസം ഹറാമാണ്, രക്തം ഹറാമാണ്, കള്ള് ഹറാമാണ്. 4 പടച്ചോനല്ലാത്തവർക്ക് നേർച്ച നേർന്നതും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെടുന്നതും ഉണ്ടാക്കപ്പെടുന്നതുമായ ഭക്ഷണം കള്ളിന് സമാനമാണ്, പന്നിമാംസത്തിന് സമാനമാണ്, രക്തം കുടിക്കുന്നതിന് സമാനമാണ്. അത് നിങ്ങൾക്ക് ഹറാമാണ്. ആളുകൾ അതിന്റെ കൈകാര്യകർത്തം. നമ്മളെ കുട്ടി അവിടുത്തെ മദ്രസയിലാണ്, മകളെ കുട്ടി അവിടുത്തെ മദ്രസയിലാണ്. അതൊന്നും അള്ളാഹിന്റെ ന്യായമല്ല. മദ്രസ മാറ്റാൻ ആദർശം മാറ്റാൻ പറ്റൂല. ആളുകൾ നമ്മുടെ മനസ്സിലുണ്ടാകുക ഏറ്റവും പ്രധാനപ്പെട്ട ഇത്
ഇതീന്ന് പോകരുത് കേട്ടോ, പുതുതായി പോകരുത്, പഠിച്ചു വെക്കണം. മക്കയിലെ മുശ്രിക്കുകളായത് പടച്ചോനെ അറിയാത്തോണ്ട് ഓല വിളിച്ചു പ്രാർത്ഥിക്കാത്തതുകൊണ്ട് അല്ല, പടച്ചോനെ വിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന കൂടെ മുൻഗാമികളെ കൂടി വിളിച്ചത് കൊണ്ടും അവരിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചത് കൊണ്ടുമാണ്. നമ്മൾ വിവാഹം കഴിക്കുമ്പോഴും ഇതേ ആദർശത്തിന് പരിഗണന കൊടുക്കണം. നമ്മൾ വിവാഹം കഴിപ്പിക്കുമ്പോഴും ഇതേ ആദർശത്തിന് പരിഗണന കൊടുക്കണം. നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത് മുഹമ്മദ് നബിയുടെ ആദർശത്തിലാണ്. ഞാൻ കല്യാണം കഴിപ്പിക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ ആദർശത്തിലേക്ക് തന്നെ വിവാഹം ഞാൻ കഴിപ്പിക്കണം. അവിടെ ഞാൻ സമ്പത്ത് നോക്കി, തറവാട് നോക്കി, ദൂരം നോക്കി, ഹൈറ്റ് നോക്കി, വെയിറ്റ് നോക്കി ഞാൻ അബൂജഹലിന്റെ ആദർശത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എത്രമാത്രം ഈമാനികമാണ് എന്ന് കൂടി നമ്മൾ സാന്ദ്രികമായി ആലോചിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, കത്തിയാ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിന്റെ വിചാരണയിൽ നിന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അന്ബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ചു മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബ ജീവിതത്തിലും ചെറിയൊരു വീട് സാമ്പത്തികമായ മേഖലയിലും ശാരീരികമായ അവസ്ഥയിലുമൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഗൾഫ് നാടുകളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഫലസ്തീനിലെ ഗസയടക്കമുള്ള വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന സാധുക്കളായ സഹോദരങ്ങൾക്ക് സമാധാനവും സന്തോഷവും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, യതീമുകളായ അല്ലാത്തവകളായ ഒരുപാട് ആളുകൾ റഹ്മാനായ നാഥ അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ഫീ സബീലില്ലാഹ് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തിൽ അൽ അഹ്യാ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ പുതിയ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരുടെ അല്ലാഹുവിന്റെ അനുഗ്രഹം അയാൾക്ക് പഠിച്ചവന്റെ നേർക്കുനേർ മനസ്സിലാവും. നമ്മൾ കുടുംബക്കാർ കൊടുക്കും. അല്ലാഹു നേർക്കുനേർ നമ്മൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എങ്ങാനും ഇത്തരം കാര്യത്തിൽ നമ്മൾ സമീപിച്ചാൽ കൊടുക്കുക, ശിർക്കുമായിട്ട് സഹകരിച്ചാൽ പെടുന്നില്ലേ? ചോദിക്കാൻ അധികാരമില്ല, കഴിഞ്ഞില്ല. അയലോക്കാരൻ ഈ പറഞ്ഞ എപ്പിക്കാൻ ഹറാമാണ്, അയലോക്കാണ്, അളിയനാണ്, ശാശ്വതമാണ്. അവർ ഈ 8 വിഭാഗത്തിൽ കൊടുക്കാൻ പാടില്ല. യൂട്യൂബിന്റെ ആൾക്കാരുണ്ട്. നമ്മളെ വികാരത്തിനനുസരിച്ച് കണ്ടോ ബദരീങ്ങളുടെ ആണ്ടിന് 1000 മുതലാളിമാരായ ആളുകൾ ഇതുവരെ നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. പൈസ എങ്ങനെ കൊടുക്കണ റീലുണ്ട്. എന്നിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ലാസ്റ്റ് എത്രയുടെ കൊടുത്ത് 1,35,000 എനിക്ക് ചോദിച്ചതായിട്ട് യുവാക്കളോട് അവകാശികൾക്കുള്ള വാപ്പ ഞാൻ നാളൊരു കമ്മിറ്റി കൊടുക്കുമ്പോഴാണ് പറയുന്നുണ്ട്. ഇനി കമ്മിറ്റി ഭാരവാഹികൾ ഇന്നോട് പറയാൻ എന്നോട് പറയാൻ നോക്കൂ, എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിന്റെ നെയ്ച്ചോറും എനിക്ക് 1000 തവണ പേരെടുക്കേണ്ടി. നെയ്ച്ചോറൊന്നും ചെയ്തിട്ടില്ലല്ലോ വാപ്പ. കുറെ മനുഷ്യന്മാര് പറയോ ഓല ഫർലായ സക്കാത്തിന്റെ പൈസ ബീഫല്ല പ്രശ്നം. അത് എന്തിനു വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്നു? ഇന്റെ അയലോക്കാർ ഇഷ്ടപ്പെട്ടതാണോ? എന്നോടെന്താ പറയുന്നത്? രക്തം ഹറാമാണ്, ഹറാമാണ്. എനിക്ക് പറ്റും. അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെടുന്നതും ഉണ്ടാക്കപ്പെടുന്നതുമായ ഭക്ഷണം സമാനമാണ്, പന്നിമാംസത്തിന് സമാനമാണ്. രക്തം കുടിക്കുന്ന
സമാനമാണ്. സക്കാത്തിന്റെ പൈസ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് മുതലാളിയായ എവന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഓന് കൊടുത്തി അവിടുത്തെ മദ്രസയിലല്ലേ, മകളെ കുട്ടി അവിടുത്തെ മദ്രസയിലല്ല, ഓന് കൊടുക്കാൻ കൊടുക്കാൻ പറ്റൂല. നമ്മുടെ മനസ്സിലുണ്ടാകുക കടക്കാരെന്ന് പോകരുത്. അതേപോലെ വെക്കണം അടിമമോചനയിലെ മുസ്ലിമിന്റെ ദഅവാപ്രവർത്തകരായത് അതേപോലെ പിടിച്ച് പ്രാർത്ഥിക്കാത്തതുകൊണ്ടല്ല, പടച്ചോനെ വിളിക്കാൻ പ്രാർത്ഥിക്കുന്ന കൂടെ മുൻഗാമികളെ കൂടി വിളിച്ചതുകൊണ്ടും അവരിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചത് കൊണ്ടാണ് അവസാനത്തെ വിവാഹം കഴിയുമ്പോൾ ഇതേ ആദർശത്തിൽ പരിഗണന കൊടുക്കണം. നമ്മൾ വിവാഹം കഴിയുമ്പോഴും ഇതേ ആദർശത്തിന് പരിഗണന കൊടുക്കണം. നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത് മുഹമ്മദ് നബിയുടെ ആദർശത്തിലാണ്. ഞാൻ രാത്രി കല്യാണം കഴിപ്പിക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ ആദർശത്തിലേക്ക് തന്നെ വിവാഹം കഴിപ്പിക്കണം. അവിടെ ഞാൻ സമ്പത്ത് നോക്കി, തറവാട് നോക്കി, ദൂരം നോക്കി, നോക്കി ഞാൻ അബൂജഹലിന്റെ ആദർശത്തിലേക്ക് പറഞ്ഞേക്കുന്നത് മാനികമാണ് എന്ന് സാന്ത്രികമായി ആലോചിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആയിഷാനെ അറിഞ്ഞും അറിയാതെയും ചോദിക്കുന്നുണ്ട്, ചെറുതും വലുതുമായി ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ഞങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് പറഞ്ഞ പ്രാർത്ഥന നമ്മുടെ വീടുകളിൽ നരകത്തിൽ നിന്നും പാപങ്ങൾ പൊറുക്കാൻ ഇഷ്ടമുള്ള പള്ളിയുമായി സഹകരിക്കുക. അവസാന ശ്വാസം വരെ കിട്ടുന്ന സമയത്ത് പള്ളിയിൽ വരിക. സഹോദരിമാരാണെങ്കിൽ രാവിലെ രാത്രിയായി കിട്ടുന്ന ഒരു മണിക്കൂറെങ്കിലും 1.5 മണിക്കൂറെങ്കിലും അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പങ്കെടുക്കാൻ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണമേ. ദിവസങ്ങളാണ് ഉസ്താദുമാർ കഴിയുന്നത് ചെയ്യുക. അനുഗ്രഹത്തിന്റെ കാര്യം മറക്കാതിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ശാരീരികമായ അവസ്ഥയിലുമൊക്കെ നിങ്ങൾ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ എല്ലാവരുടെയും പ്രയാസങ്ങളിലും കഠിനമായി അതിശക്തമായ നാടുകളിൽ എല്ലാവരെയും സാധുക്കളായ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവുമായി ജീവിച്ച് അനുഗ്രഹിക്കണമായി മരിക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരടക്കമുള്ള നിങ്ങളെല്ലാവരെയും പ്രദേശങ്ങളിൽ അനുഗ്രഹിക്കണമേ. പ്രയാസപ്പെടുന്ന സാധുക്കളായ ഞങ്ങളുടെ മുഴുവൻ സൽക്കർമ്മങ്ങളെയും കവാടത്തിൽ അനുഗ്രഹിക്കണമേ. സ്വീകരിക്കണമേ റഹ്മാനെ. യതീമുകളായ വിധവകളായ ഒരുപാട് ആളുകൾ കൊടുക്കുകയും അതുവഴി അല്ലാഹുവേ ഇസ്ലാം കാര്യങ്ങൾ പൂർണ്ണമായും നിർവഹിക്കുക വഴി പരീക്ഷണത്തിന് പ്രിയപ്പെട്ടവരായി ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകാൻ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. വർദ്ധിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധനം ചെലവഴിക്കുമ്പോൾ ഒരുപാട് പ്രേരണകൾ നൽകും. ആ പ്രേരണകളെ അതിജയിക്കുവാനുള്ള തഖ്വയും ഈമാനും സൂക്ഷ്മതാബോധവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇപ്പോഴിതാ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരുപാട് സഹോദരങ്ങൾ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും സമാധാനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഞങ്ങളെ സഹായിച്ചവർ നീ അവർക്ക് സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ നാടിനെ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദീനിയായി ജീവിക്കാൻ പറ്റുന്ന നല്ല നാടാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കണ്ണുകൾ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ ദീനിയായ മക്കളാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. അല്ലാഹുവേ കണ്ടോ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ ബിദ്അത്തില്ലാതെ ഖുറാഫാത്തില്ലാതെ ദീനമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങളുടെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങളുടെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങളുടെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. آمين آمين برحمتك يا أرحم الراحمين. സൂറത്ത് മാഇദയിൽ